ഞാൻ ദുബായ് ഷെയ്ഖിന് ഒരു മെയിൽ ചെയ്ത് എന്റെ ഈ കേസ് ഒന്ന് തെളിയിക്കാൻ, അതായത് അവിടെ എവിടെയും ഉണ്ടല്ലോ CCTV. എന്താ ഫേക്കാന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് അവർക്കെതിരെ ഇവൻ കേസ് കൊടുത്തോ? ഇല്ല. എന്തോ കേസ് കൊടുത്തോ? ഇല്ല. അല്ല, അങ്ങനെ ഫേക്ക് അലിഗേഷൻ വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സമയത്ത് നമ്മളും വളരെ ഞെട്ടലോടുകൂടിയാണ്. നമുക്കറിയാം പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, സംഭവിക്കില്ല എന്നൊക്കെ. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ ഇത് പറയൂ, എന്താണ് സംഭവം, അതിന്റെ പുറത്തുള്ളൊരു സംഭവം നമുക്കൊരു പിടിയില്ല. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സംശയം. അതായത് ഈ ഒരു പെൺകുട്ടി വെറുതെ ഒരു അലിഗേഷൻ പറയുമോ എന്നുള്ളത്. പിന്നീട് അവരുടെ ആ ഇന്റർവ്യൂകളിലൂടെ, അവർ കൊടുത്ത ചാനൽസിന് കൊടുത്ത ബൈറ്റുകളിലൂടെ ആ ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് സംസാരത്തിൽ, അതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് നമ്മൾ തന്നെ ആ ഒരു കാര്യത്തിനൊരു തീർപ്പ് മനസ്സിലുണ്ടാക്കി വെച്ചു. കൃത്യമായി അവർ പറഞ്ഞ ഡേറ്റുകളിൽ നിവിൻ പോളി നാട്ടിലുണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കള് ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായിട്ട് നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിൽ തെറ്റുകാരനല്ല എന്ന് നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതില് കൃത്യമായിട്ട് ധ്യാന് പറഞ്ഞ കാര്യങ്ങള് പക്ക കറക്റ്റാ. അതായത് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ആ ഒരു സിനിമയാണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവാതിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് മറ്റുള്ള സുഹൃത്തുക്കളും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പെൺകുട്ടി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഒരാള് കൃത്യമായിട്ട് ഒരു അലിഗേഷൻ തെളിവോട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പൊ പല ആളുകളുടെയും പേരിൽ അങ്ങനെ നമ്മൾ ഇന്ന ആളത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ടിൽ നിൽക്കുന്ന പല നടന്മാരും ഉണ്ടല്ലോ അല്ലെ. ഇതൊന്ന് കേട്ട് നോക്കട്ടോ. ഇതിൽ കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ പുതിയ ബൈറ്റിലുള്ള കുറച്ച് ക്ലിപ്പും കൂടി ഉണ്ട്. രണ്ടും കൂട്ടി വെച്ച് നമുക്ക് നോക്കി നോക്കാം. അപ്പോ ഒരു സെക്കൻഡ് നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്, ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് നമുക്കൊരു അറിയാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യാനൊന്നും വന്നില്ല. പക്ഷെ ന്യൂജേട്ടൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ്സ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളി അവരെ അറിയില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഡേറ്റ് 14-15 തീയതി ഞങ്ങൾക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം വാസ്തവരുതല്ലേ. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ പുറത്തൊരു സെറ്റിൽമെന്റ് നടക്കും. എന്നുവെച്ചാൽ കാരണം ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പൊ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ. ഓക്കെ, ഇത് നമ്മളെല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഇത് മുകേഷിന്റെ കേസിൽ നമ്മളെല്ലാവരും കേട്ടതുമാണ്. കാരണം പീഡിപ്പിച്ചിട്ട് പോലും ആ ഒരാളെന്നെ പൈസ തന്നില്ല എന്നുള്ളൊരു സംഭവം കേട്ടില്ല. അതുപോലെ ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളി വിഷയത്തിൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. നിവിൻ പോളി പൂർണ്ണമായിട്ട് തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും ഇദ്ദേഹം പറയുന്നില്ല. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യം തന്നെങ്കിൽ അങ്ങനെയും ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അദ്ദേഹം അടിച്ച് ആക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞിട്ടുണ്ടോ, അത് ബാലൻസ് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ അലിഗേഷൻ നുണയാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഓരോ കംപ്ലൈന്റും കാര്യങ്ങളും ആളുകൾ കൊടുക്കുമ്പോൾ അതിനൊരു സെറ്റിൽമെന്റ് പുറത്തു വെച്ച് നടന്ന് അത് വാങ്ങിക്കഴിഞ്ഞാൽ അവരെ കേസ് പിൻവലിക്കും. അങ്ങനെ ഒരു സംഭവം സാധ്യതയുണ്ട്. പക്ഷെ നിവിൻ പോളി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ആദ്യം തന്നെ പത്രസമ്മേളനം വിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത്, രണ്ടാമത് വീണ്ടും കംപ്ലൈന്റ് ചെയ്ത് 3-4 തവണ മൊഴികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നാട്ടിലായിരുന്നു എന്നുള്ള പറയുന്നത്. പക്ഷെ ഇന്ന് ഈ ഒരു ഇര പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. നവംബർ 2 തൊട്ട് 6 വരെയാണ് ഫസ്റ്റ്. പിന്നെ ഡിസംബർ 6 തൊട്ട് 17 വരെയാണ്. അതിൽ ഈ നവംബർ തൊട്ട് ഡിസംബർ 15 വരെ കണ്ടിന്യൂ ചെയ്തങ്ങ് കൊടുത്തേക്കുവാണ്. ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് അവിടെ പറഞ്ഞിട്ടില്ല. ഇവർ തന്നെ ആ ഒരു ഡേറ്റ്, അത് നവംബർ തൊട്ട് ഡിസംബർ 15 വരെ, അതായത് ഞാൻ പറഞ്ഞത് ഡിസംബർ 6 തൊട്ട് 17 വരെയാണ്. ആ ഒരു ഡേറ്റ് അവിടെ ഇല്ല. അതായത് ഞാൻ നാട്ടിലുള്ള ഡേറ്റ് വരെ ഉൾപ്പെടുത്തി ഇവർ അതങ്ങ് FIR കൊടുത്തേക്കുന്നത്. ഓക്കെ, FIRൽ എന്താണോ കൊടുത്തത് അതാണ് നമ്മളെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കാണുക അല്ലെ. പക്ഷെ ഇവര് FIRൽ കൊടുത്തു എന്ന് പറഞ്ഞ ഡേറ്റിനെ കുറിച്ചില്ല. നവംബർ 2 to 6 ഇവരെ ആദ്യ പീഡനം നടന്നു. അത് AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ. അത് കഴിഞ്ഞ് ഡിസംബർ 6 മുതൽ 17 ഉള്ളിൽ നടന്ന കാര്യമാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഈ ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഡിസംബർ 6 തീയതി
ഈ 8-ാം തീയതി ഇവര് നാട്ടിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഗൾഫിൽ നിന്ന് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. 6-ാം തീയതി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് ഗൾഫിൽ നിന്ന് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അത് എവിടുന്നാണ് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ സൈബർ സെല്ലിന് കണ്ടെത്താവുന്നതേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 കാര്യങ്ങള്. അപ്പൊ നവംബറിൽ ഉണ്ടായ ആ ഒരു ഡേറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ഡേറ്റിലൊക്കെ ഇവര് നാട്ടിലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അദ്ദേഹം നവംബർ 6-ന് ശേഷം നാട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. കുറെ ഫോട്ടോസ് കണ്ടിട്ടാണ്. നമ്മൾ ഫോട്ടോയും വീഡിയോസും പഴയത് ഇപ്പൊ ചില ആളുകൾ എടുത്തു വെച്ച ഫോട്ടോസ് ഒക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതെന്തോ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. നവംബറത്തെ വിഷയം വിടാം. ഡിസംബർ 6 മുതൽ 17 വരെ, 17-ാം തീയതിയാണ് ഇവര് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വന്നത്. പക്ഷെ ഈ ഒരു വരുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നിവിൻ പോളി വന്നത്, നിവിൻ പോളി എന്നെ ഇത് ചെയ്തത് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പൊ നമുക്കുണ്ടായ ഒരു അനുഭവത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളത് മറക്കില്ല. കാരണം ഏറ്റവും അവസാനം 17-ാം തീയതി നാട്ടിലേക്ക് വരുന്നതിന്റെ 2 ദിവസം മുമ്പ് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി നാട്ടിലാണുള്ളത്. ഓക്കെ, 16-ാം തീയതി നാട്ടിലുണ്ട്. ഇപ്പൊ ഇവരുടെ ഭർത്താവ് തന്നെ ലൈവിൽ വന്നിട്ട് പറയാണ്, ഡിസംബർ 16-ാം തീയതി അദ്ദേഹം എവിടെ ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് തെളിയിക്ക്, ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഡേറ്റിലാണ് സംഭവിച്ചത് എന്ന് ഇവര് കർക്കശം പിടിക്കുന്നത് പോലെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് ഞാനിത് വെക്കുന്നത്. കാരണം ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ, പ്രതികരിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെക്കുക നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ഇനി ഞാൻ അതന്നെ വീണ്ടും പറയണ്ടല്ലോ. 17-ാം തീയതി നാട്ടിലേക്ക് വരാൻ അവിടെ നിന്ന് വരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് കൃത്യമായി ആരോടും ചോദിച്ചപ്പോൾ അവർ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് 16, 15 17 ആ ഡേറ്റിനുള്ളിലാണോ അത് തന്നെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമ്മൾ ഇവര് നുണ പറയാണെന്ന് അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നത്. അതാ പറഞ്ഞ ഇപ്പൊ നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്ന്. പക്ഷെ ബാക്കിയുള്ള കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് അറിയാത്തിടത്തോളം മറ്റേത് ഇവരെ ഭാഗത്ത് തന്നെ പാളി. പക്ഷെ പാളാതെ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും. അത് കറക്റ്റ് അല്ലേ? അതായത് ഒരാളൊരു അലിഗേഷൻ പറയുന്നു, അവർ പറയുന്ന ഡേറ്റ്, അവർ പറയുന്ന ആ ഒരു സംസാര രീതി, ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നമ്മളും പതറിപ്പോകും. നിവിൻ പോളി ഇനി അത് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ള സാധനം നമുക്ക് വരും. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് കൊടുത്ത കംപ്ലൈന്റ്സ് ഒക്കെ നിങ്ങൾ കൂട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഓരോരോ എന്താ പറയാ ആ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള പ്രശ്നങ്ങളും ചില ആളുകളുടെ ക്യാരക്ടറുടെ മാറ്റങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 90% ഒറിജിനൽ അല്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നടക്കുന്നത്. ഇതിനിടയിൽ അവതാരിക ഇടയിൽ കയറി ചോദിക്കുന്ന ഒരു സാധനത്തിന് ഒരു മറുപടി കൊടുക്കുന്നത്. ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോ ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മളും ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ എന്ത് ചെയ്യാൻ പറ്റും? അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളോട് കൊടുക്കുന്ന റെസ്പെക്ട് തന്നെ. ഇപ്പൊ ഒരു സ്ത്രീ വന്ന് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കും. പിന്നെ നിയമത്തിന്റെ ഒരു വശം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ആണ്. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങളുള്ളൂ. ഇപ്പൊ ഇവിടെയൊക്കെയുള്ള ആളുകൾ സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരൊക്കെ ആയതുകൊണ്ട് അറസ്റ്റ് ഒക്കെ പിന്നീടാ. സാധാരണക്കാരനായി നോക്കി നോക്കുക, അപ്പൊ അറിയാം. അപ്പൊ ആദ്യം അറസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ ന്യൂസ് വരുന്ന വീഡിയോ വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ന്യൂസിനെയാണ് നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ന്യൂസ് ചാനലിൽ വരുന്ന വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാവും ഞാൻ എന്റേതായ ഒരു വീക്ഷണത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കത്, പല ആളുകൾക്ക് അത് മനസ്സിലാവും, ചില ആളുകൾക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് ചില ആളുകൾ നമ്മൾ വഴക്ക് പറയുന്ന രീതിയിലൊക്കെ കമന്റ് ഇടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇതുണ്ടാവും. പിന്നെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതാണ് നമുക്ക് അത് ഉറപ്പിക്കാനും കഴിയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. രക്ഷപ്പെടുത്താൻ എന്തോന്ന് അറിയത്തില്ല. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായി. പിന്നെ ഈ ആളെ രക്ഷിക്കാനായിട്ട് പല സുഹൃത്തുക്കളും വന്നു. അതായത് 14, 15 നാട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതെന്തോ വെട്ടി തീർക്കാനായിട്ടാണെന്നാണ് എനിക്ക് അവരൊരു പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ഇത് ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഡേറ്റ് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അതായത് ഇരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി തന്നെയാണ് ആ ഡേറ്റ് പറഞ്ഞത്.
അരുൺ എന്ന് പറയുന്ന ആള് ചോദിക്കുന്ന ആ ഒരു ചാനലിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, വേറെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വരുന്ന അവസാന ദിവസത്തിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ് നിവിൻ പോളി അവിടെ വന്നത് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. ഞാനും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ 6 മുതൽ 17 തീയതിക്കകത്ത് 14 തീയതി വരെ നിവിൻ പോളി എവിടെ ആയിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. അതുപോലെ തന്നെ AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ട് ഇതേപോലെ പാസ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയിട്ട് ആരും ചെക്കും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഈ ഒരു കേസ് തെളിയിക്കേണ്ടത് ഈ പെട്ട പെൺകുട്ടിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇപ്പോ നിവിൻ പോളി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. 6ാം പ്രതി ആയിട്ടുള്ള നിവിൻ പോളിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും അതില്ല തോന്നുന്നു, കാരണം അവരെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല. ഇവരത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. AK സുനിലാണ് നവംബർ അത് മാസങ്ങളിൽ എന്നെ ആദ്യം പീഡിപ്പിക്കുന്നത്, രണ്ടാമത്തെ ഇതിൽ ഡിസംബറിലും അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട്. അതും പീഡനം എന്ന് പറയില്ല, അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ അത് എന്തുകൊണ്ട് പോലീസുകാരെ ചെക്ക് ചെയ്യുന്നില്ല, തിരയുന്നില്ല? അതിന്റെ മൊബൈൽ ഫോണുകൾ മാത്രം ഇപ്പോഴും പരിശോധിച്ചു പോകുന്നു. നിവിൻ പോളിയുടെ പാസ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 6ാം പ്രതിയുടെയും ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും മാത്രം കാര്യങ്ങളാണ് ഇപ്പൊ ചെക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നുള്ള അത് എനിക്കും തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. അപ്പൊ അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയത് തെളിവുള്ളൂ. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടേ, അതിന് തെളിവെടുപ്പ് നടന്നു, പരിപാടി നടക്കുന്നു. അത് തെളിവുണ്ടാവട്ടെ. തെളിവുണ്ടായില്ല കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും, വേറെ അതൊരു കാര്യമില്ല. നിവിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ഫേക്ക് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. എല്ലാം പിന്നെ ഓക്കെ, നിവിന്റെ കാര്യത്തിലെല്ലാം പരസ്പര വിരുദ്ധമാണ്. നമ്മളത് കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന ആളുകൾക്ക് മുഴുവൻ കാണാപ്പാടുമാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഡേറ്റ് അടക്കം എല്ലാവരും കാണാപ്പാടം പഠിച്ചതുപോലെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് വേണ്ടത് ദുബായിൽ നടന്ന ഒരു വിഷയമായതുകൊണ്ട് ദുബായിൽ നിന്ന് തന്നെ ഒരു കേസ് കൊടുക്കാമായിരുന്നില്ല എന്ന് പോലീസുകാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഒരു കാര്യത്തിനുള്ള മറുപടി ഇതാ, കേൾക്കൂ. നമ്മുടെ രീതിയിൽ നല്ല രീതിക്ക് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ ദുബായ് ഷെയ്ഖിന് ഒരു മെയിൽ ചെയ്ത് എന്റെ ഈ കേസ് ഒന്ന് തെളിയിക്കാൻ, അതായത് അവിടെ എവിഡൻസ് ഉണ്ടല്ലോ, CCTV, അവിടുത്തെ ഹോട്ടലിൽ CCTV ഉണ്ട്, ആ റൂമിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു മെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, കേട്ടില്ലേ? ദുബായിൽ ആ ഹോട്ടലിൽ CCTV ക്യാമറ ഉണ്ടല്ലോ. ഞാൻ അവിടെ ദുബായ് ഷെയ്ഖിന് മെയിൽ അയക്കാൻ പോകുന്നു എന്നുള്ളത്. ഈ ഒരു കാര്യം മുന്നേ ചെയ്തുകൂടായിരുന്നില്ലേ എന്ന് ആളുകൾ ചോദിക്കും. ആ ഒരു ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നേ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങള് GCCയിൽ ഉണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ GCCയിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ മുഖാന്തരം ഇന്ന ഡേറ്റില് ഇന്ന ആള് വന്നിട്ടുണ്ട്, അതിന്റെ CCTV ക്യാമറ ഫൂട്ടേജ് ഒന്ന് കിട്ടണം. നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും അല്ലെ? GCCയിലാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും അതാ ഞങ്ങളുടെ ചാനലാണ് ആദ്യമായി പുറത്തുവിട്ടത്, ഇന്ന ആളെ CCTV ക്യാമറയിൽ കണ്ടു, ഇന്ന ദിവസം ഇന്ന സമയം പച്ചക്കറി വാങ്ങിപ്പോയി. കേട്ടിട്ടില്ലേ? ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നാട്ടില് ഒരു അലിഗേഷൻ നടക്കുമ്പോൾ നാട്ടിൽ ഇങ്ങനെ കറങ്ങാന്നല്ലാതെ അതിന്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതൊക്കെ വേറെ രീതിയിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടി പറഞ്ഞ ഡേറ്റില് ഇന്ന സ്ഥലത്ത് എനിക്കിപ്പോ യാത്ര ചെയ്ത് അങ്ങോട്ട് പോവാന് നമ്മളതിൽ സാമ്പത്തികമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾക്ക് ഇത് വലിയ നേട്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്. കാരണം ന്യൂസിൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടും, റേറ്റിംഗ് കൂടും, അതൊക്കെ അവർക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ ഒരു പെൺകുട്ടി ഇതാ ഇന്ന ദിവസങ്ങളാണ് പറയുന്നത്, ഇന്ന ഹോട്ടലാണെന്നും പറയുന്നു. ഒരുപാട് ആളുകൾ, ഇപ്പൊ അരുൺകുമാർ അടക്കം ഇവരെ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് അവരെ വായിൽ നിന്ന് വരാനുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടോ നോക്കാൻ വേണ്ടി ഒരുപാട് സംസാരിച്ചതാ. എന്തുകൊണ്ടാണ് ആ ഒരു ഹോട്ടലിലേക്ക് പോവുകയോ, ന്യൂസ് ചാനൽസിന് അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടില്ല, അവരുടെ ആളുകൾ അവിടെ ഉണ്ടാവും. ആ CCTV ക്യാമറ ഫുട്ടേജ് കിട്ടുമോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇന്ന കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ സർക്കാരിനെ സമീപിക്കാനൊക്കെ മീഡിയാസിന് കഴിയുമെന്നുള്ളതാ. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. AK സുനിലിനെ കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല. അതാണ് എനിക്ക് സംശയമുള്ള ഒരു കാര്യം. ഇവിടെ ആരെയും സംരക്ഷിക്കരുത്. സംരക്ഷിക്കേണ്ടത് ഇരയായ ആരാണോ ഇര അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പണ്ടൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ നടത്തിയിരുന്നു.
അപ്പൊ അത് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണോ എന്നാണ് എന്റെ സംശയം, എന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, ഈ ഒരു സംശയം ഉയർന്നു വന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്ത് ഇങ്ങനെ വിങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലെങ്കിലും ഒന്ന് പറയുക. എന്തുകൊണ്ട് ദുബായിൽ ഇവർ പറഞ്ഞ ഹോട്ടൽ മുറികളുടെ CCTV ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നില്ല? പാർക്കിങ്ങിലുണ്ടാവും, ലിഫ്റ്റിലുണ്ടാവും, സ്റ്റെയറിലുണ്ടാവും, ഹാളിലുണ്ടാവും, അകത്ത് മാത്രമേ ഉണ്ടാവാതിരിക്കുള്ളൂ. ഈ CCTV ക്യാമറ ഫുട്ടേജ് കിട്ടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. വേറെ വല്ല കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഫുട്ടേജും കൊണ്ടുവന്ന് ഇവിടെ ഇപ്പൊ എന്തൊക്കെ ആക്കിയാനെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും നമ്മൾ പുതിയ അപ്ഡേഷൻ ആയിട്ട് വരും. അതുവരെയും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.